വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 17 മുതൽ 24 വരെ. യേശു അയച്ചതായ ആ 70 പേർ വലിയ സന്തോഷത്തോടെ തിരികെ വന്ന് അവനോട്, കർത്താവേ, അവിടുത്തെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവനവരോട് അരുളി ചെയ്തു, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീണതെ ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സർവ്വശക്തികളെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ ഇതാ നിങ്ങൾക്ക് തരുന്നു. യാതൊന്നും നിങ്ങൾക്ക് ഉപദ്രവം വരുത്തുകയില്ല. എങ്കിലും പിശാചുക്കൾ നിങ്ങൾക്ക് ഇടുന്നതിൽ സന്തോഷിക്കാതെ നിങ്ങളുടെ നാമം സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിക്കുക. ആ സമയത്ത് തന്നെ യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ എന്റെ പിതാവേ, നീ ജ്ഞാനിയിൽ നിന്നും വിവേകിയിൽ നിന്നും മറച്ചുവെച്ച് ശിശുക്കൾക്കായി വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരം നിനക്ക് ദുരൂഷം ഉണ്ടായല്ലോ. പിന്നെ അവൻ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട്, പിതാവെ, സകലവും എന്നെ വരമേൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ആരാകുന്നുവെന്ന് പിതാവല്ലാതെ മറ്റാരും അറിയുന്നില്ല. പിതാവ് ആരെന്ന് പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുമെന്നവനും അല്ലാതെ മറ്റാരും അറിയുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ തന്റെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി അരുളി ചെയ്തു, നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവയാകുന്നു. എന്നാൽ അനേക പ്രവാചകന്മാരിന്റെ രാജാക്കന്മാർ നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല എന്താൻ അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായി. പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള 3 ഞായറാഴ്ചകൾ കഴിഞ്ഞു. 4-ാം ഞായറാഴ്ചത്തെ ആരാധനയ്ക്കാനും കൊടുക്കുന്നു. അടുത്ത ഞായറാഴ്ച പ്രഭാതത്തിൽ വായിക്കേണ്ട വേദഭാഗം ഇന്നേ വായിച്ച നമ്മുടെ ദീർഘധ്യാനം തുടരുകയാണ്. ഈ ജൂൺ മാസത്തിൽ 13 അപ്പോസ്തലന്മാരെ ഓർക്കുന്നൊരു നല്ല പാരമ്പര്യം നമുക്കുണ്ട്. ജൂൺ മാസം 16-ാം തീയതി ആരംഭിക്കുന്ന 11 നോയമ്പിനായി നമ്മൾ തയ്യാറാകുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇന്ന് വായിച്ചതായ തിരുവചനത്തിൽ നോക്കിയിട്ടുള്ള സന്ദേശം എന്താണ്? കഴിഞ്ഞ ബുധനാഴ്ച കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതായ സന്ദേശം ഇന്നത്തെ സന്ദേശങ്ങളുമായി ചേർക്കുകയാണ്. നമുക്ക് ഇന്ന് വായിച്ച വേദോത്സവ പശ്ചാത്തലത്തിൽ ഇന്നലത്തെ സന്ദേശത്തിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാവും. ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 17 മുതൽ 24 ഭാഗത്ത് കർത്താവ് 72 അറിയിപ്പുകാരെ വേലയ്ക്കായി വിടുന്ന രംഗം നമ്മൾ കാണുന്നു. 70 72 2 വേർഷനുണ്ട്. ചില പുസ്തകത്തിൽ 70 ചിലയിടത്ത് 72 ഉണ്ട്. ഏതായാലും 72 പേർ കർത്താവിൻ്റെ സന്ദേശവാഹകരായി പോയി അവർക്ക് മടങ്ങി വന്നപ്പോഴുണ്ടായ അനുഭവങ്ങളാണ് അവർ ഇവിടെ സാക്ഷിക്കുന്നത്. യേശു അയച്ചതായ 70 പേർ വലിയ സന്തോഷത്തോടെ തിരികെ വന്നവനോട്, കർത്താവ്, അവിടുത്തെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾ കീഴടങ്ങുന്നു പറഞ്ഞു. അപ്പം നമുക്ക് പിശാചുക്കൾ കീഴടങ്ങണമെങ്കിൽ നമ്മൾ എങ്ങനെ പോയിട്ട് വരണമെന്നുള്ള ഒരു പാഠത്തിനകത്തുണ്ട്. നമ്മൾ പോകുന്ന ഇടങ്ങളിലൊക്കെയും കീഴടക്കപ്പെടേണ്ട പിശാചുക്കളുണ്ട്. നമ്മൾ പോകുന്ന മാർക്കറ്റിൽ, നമ്മൾ പോകുന്ന ബന്ധുവീട്ടിൽ, അതിഥികളായി പോകുന്ന സ്ഥലങ്ങളിൽ, സന്ദർശിക്കുന്ന ഇടങ്ങളിലൊക്കെയും കീഴടക്കപ്പെടേണ്ട തിന്മയുടെ ശക്തികളുണ്ട്. പക്ഷെ നമുക്കത് കീഴടക്കാൻ സാധിക്കുന്നുണ്ടോ? അതോ അവ നമ്മളെ കീഴടക്കുകയാണ്? നമ്മൾ പോകുന്ന ഇടങ്ങളിലെ തിന്മയുടെ ശക്തി നമ്മളെ കീഴടക്കുകയാണോ, നമ്മൾ അവയെ കീഴടക്കുകയാണോ? ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. ഇത്രയും നാൾ നമ്മൾ സഭയിൽ ജീവിച്ചിട്ട് ഏതാ സംഭവിച്ചിരിക്കുന്നത്? ആ 72 പേർക്ക് ഉണ്ടായ അനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ ചില വ്യവസ്ഥകൾ അതിനകത്ത് പറയുന്നുണ്ട്. യേശു അയച്ച 70 പേർക്കാണ് ആ വലിയ സന്തോഷത്തോടെ തിരികെ വന്ന് ഈ സാക്ഷ്യം പറയാൻ സാധിച്ചത്. അപ്പം നമ്മൾ ഐക്യപ്പെട്ടിട്ട് വേണം എവിടെയെങ്കിലും പോകാൻ. ആരെങ്കിലും വിളിച്ചതുകൊണ്ടോ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങ് പോവുകയല്ല. ഐക്യപ്പെട്ടു പോയാൽ അയക്കുന്നയാൾ കൂടെ കാണും. നമ്മൾ പോയിട്ട് തിരിച്ചു വരുന്നവരെയും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് പുറകിൽ കാണുമെന്നുള്ളതായ ഒരു വലിയ പ്രതീക്ഷ നമുക്ക് ഇതിൽ നിൽക്കുന്നു. അപ്പോൾ സ്വർഗത്തിലെ പിതാവിൻ്റെ നിയോഗപ്രകാരമാണ് പുത്രൻ ഈ 70 പേരെ അല്ലെങ്കിൽ 72 പേരെ അയക്കുന്നത്. അപ്പോൾ യേശുവിനാൽ അയക്കപ്പെട്ടാൽ മതി. അയക്കുന്നയാളുടെ ചുമതലയാണ് നമ്മളെ ഭദ്രമായി സൂക്ഷിക്കുക, നമുക്ക് വേണ്ടതെല്ലാം തരിക, നമ്മളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് അയക്കുന്നയാളുടെ ചുമതലയാണ്. നമുക്ക് ഇത്രയും നാളായിട്ടും എവിടെയെങ്കിലും സന്തോഷത്തോടെ പോയിട്ട് മടങ്ങി വരാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ കർത്താവിനാൽ അയക്കപ്പെട്ടാണോ പോയത്? ചെന്ന് കഴിഞ്ഞിട്ട് അയക്കപ്പെട്ട ആളാണെങ്കിൽ ആളോട് ചോദിച്ചിട്ടാണോ എല്ലാ കാര്യം ചെയ്തത്? പറഞ്ഞ വ്യവസ്ഥപ്രകാരമാണോ ജീവിച്ചെന്നൊക്കെ പരിശോധിക്കുന്നത് നല്ലതാണ്. ആ 70 പേർക്ക് വലിയ സന്തോഷത്തോടെ തിരികെ വരാൻ സാധിച്ചു. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ സന്തോഷത്തോടെ തിരികെ വരാൻ കഴിയാത്ത ഒത്തിരി സംഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്.
അത് നമ്മൾ പലരെയും വഴിചേരാൻ സാധ്യതയുണ്ട്, പലരെക്കുറിച്ച് നമുക്ക് പരിഭവം പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്കതിനകത്ത് ഉത്തരവാദിത്വം എന്താണ്? എവിടെ പോകുന്നതിന് മുമ്പും കർത്താവിൻ്റെ കൂടെ ഇരുന്ന് കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം, കർത്താവിൻ്റെ ആലോചന പ്രകാരം പോകാൻ വിളിക്കപ്പെട്ട ശിഷ്യരാണ് നമ്മൾ ആരോപിക്കുന്നു. അതിൽ പറ്റിയിരിക്കുന്ന പരാജയങ്ങൾക്ക് ക്ഷമ ചോദിക്കുവാൻ ഈ 70 അറിയിപ്പുകാരും 72 അറിയിപ്പുകാരെ 12 ശിഷ്യന്മാരൊക്കെ നമ്മളോട് പല കാര്യങ്ങൾ പറയാനുണ്ട്. പെന്തിക്കോസ്തിക്ക് ശേഷം ഈ 72 പേരും ഈ 12 പേരും അതിലൊരാൾ കിട്ടിയാൻ നേരത്തെങ്കിൽ അതിന് വേറൊരു വ്യത്യാസം കൂടെ കൂടി 120 പേരായി അവർ കർത്താവിൻ്റെ സാക്ഷികളായി പലയിടങ്ങളിൽ പോയി അനേകർക്ക് ഈ അനുഗ്രഹം കൊടുത്തു. ഇവർക്ക് അനേകരെ അയക്കാൻ സാധിച്ചു. ഇവർ അയക്കപ്പെട്ടു പോയി. പെന്തിക്കോസ്തിയുടെ അനുഭവം കഴിഞ്ഞപ്പോൾ ഇവർ പലരെ അയക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ യേശു ചെയ്ത എല്ലാ പണിയും ചെയ്യുന്നവരാകുമെന്ന് യോഹന്നാൻ 14:12 പറയുന്നു. അപ്പോൾ യേശുവിൻ്റെ ഉത്തമ ശിഷ്യരാകാമെങ്കിൽ യേശു ചെയ്ത എല്ലാ പണിയും നമുക്കും ചെയ്യാൻ സാധിക്കും. യേശു പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നുണ്ട്, അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യവും നമുക്ക് പ്രചോദനം നൽകട്ടെ. ഇന്ന് സന്തോഷം നമുക്ക് വേണ്ടിടത്തോളം ഇല്ലെങ്കിൽ നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം പിശാചിന്റെ ഇഷ്ടപ്രകാരം എന്തൊക്കെയോ ചെയ്തിട്ട് നമ്മുടെ പ്രാണൻ പാതാളത്തിൽ പോയി പാതാളത്തിലെ മരണം നമ്മളെ ഭരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് നിരാശയും അസ്വസ്ഥതയും വരുന്നെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. കർത്താവ് ഇവരെ അയച്ചതിന് ശേഷം കർത്താവിൻ്റെ ഒരു സാക്ഷ്യം, പിശാചുക്കൾ കീഴടങ്ങിയതിൻ്റെ കാര്യം, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീണത് ഞാൻ കണ്ടു എന്നാണ് പറഞ്ഞു. അപ്പോൾ കർത്താവ് നമ്മളെ എവിടെയെങ്കിലും അയച്ചെന്തെങ്കിലും കാര്യം ഏൽപ്പിച്ചാൽ അതിന് തടസ്സമായി നിൽക്കുന്ന സാത്താനെ മിന്നൽ പോലെ താഴെ വീഴിക്കാൻ കർത്താവ് കഴിവുള്ളവനാണ്. അപ്പോൾ യേശുവിൻ്റെ നാമത്തിന് അത്രയും ശക്തിയുണ്ട്. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എവിടെയെങ്കിലും പോകണം, യേശുവിനാൽ അയക്കപ്പെട്ടു പോകണം. എവിടെ പോയാലും ആ യേശുവിൻ്റെ വചനപ്രകാരം ജീവിക്കാമെങ്കിൽ ചെല്ലുന്നിടത്തെ പിശാചുക്കളെ മിന്നൽ പോലെ താഴെ വീഴിച്ച് ചവിട്ടാൻ സാധിക്കും. ഈ കാര്യം റോമാസഭയ്ക്ക് കർത്താവ് സന്ദേശം കൊടുക്കുന്നുണ്ട്. റോമർ 16:19-20 നിങ്ങൾ തിന്മയ്ക്ക് അജ്ഞാനികളും നന്മയ്ക്ക് ജ്ഞാനികളുമാകാമെങ്കിൽ സാത്താനെ വേഗത്തിൽ കാലിൻ്റെ കീഴെ ചവിട്ടിക്കളയാൻ സാധിക്കുമെന്നും പറയുന്നു. നമുക്കിതെന്തുകൊണ്ട് സാധിക്കുന്നില്ല? നമ്മളിന്നും തിന്മ അറിയുന്നവരും നന്മയിൽ നിന്ന് അകന്നവരുമായി ആയതുകൊണ്ടാണ്. അപ്പോൾ തിന്മ പിശാചിൻ്റെയും നന്മ പരിശുദ്ധാത്മാവിൻ്റെയും പ്രതീകമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന് നമ്മൾ നിറയാൻ നമ്മൾ അവസരം കൊടുക്കണമെങ്കിൽ തിന്മയുടെ അവകാശം നമ്മൾ തീർക്കണം. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നന്മയോ തിന്മയോ സ്വീകരിക്കാൻ. തിന്മയെ തള്ളാനും നന്മയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. യേശുവിൻ്റെ മാതൃക, യേശു 30 കൊല്ലം ജീവിച്ചത് തിന്മയെ തള്ളി നന്മയെ തിരഞ്ഞെടുക്കാനാണോ? അതിന് തൈരും തേനും ഉപകരിച്ചു എന്നും പറയുന്നു. അപ്പോൾ വന്ന വചനവും വരുന്ന വചനവും നമ്മൾ തൈരും തേനും പോലെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച് അത് ആസ്വദിക്കുകയാണെങ്കിൽ നമുക്ക് നന്മയാ തിന്മയെ ജയിക്കുന്ന യുദ്ധത്തിൽ ജയാളികളാകാൻ സാധിക്കുമെന്നും കർത്താവിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിനെ സർവ്വശക്തിയെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞു. ഈ അധികാരം മാമോദീസായിലൂടെ, വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെയും പെന്തക്കോസ്തിയുടെ അനുഭവത്തിലൂടെയും നമുക്ക് ജ്വലിപ്പിച്ച് നമുക്ക് ഈ വേല ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. യാതൊന്നും നിങ്ങൾക്ക് ഉപദ്രവം വരുത്തുകയില്ല. ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവം വരുത്തുന്നെങ്കിൽ കർത്താവിൻ്റെ വചനത്തിനും ദൈവാത്മാവിനും നമ്മൾ ഇടവില്ലാതെ വരുമ്പോൾ മാത്രമേ ഉപദ്രവം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഉപദ്രവിക്കുന്ന തിന്മയ്ക്ക് നമ്മൾ അവകാശമുണ്ടെങ്കിൽ അവകാശം അവർ ചോദിക്കുന്നിടത്തോളം പൊന്നുമല കൊടുത്ത് മറുവില കൊടുത്ത് പകരം കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടെങ്കിലേ നമുക്ക് ഒരു ബാധയും കൂടാരത്തിനെടുക്കാത്ത അവസ്ഥയിൽ 91 സങ്കീർത്തനത്തിൻ്റെ ആനുകൂല്യങ്ങൾ ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളതും ഇവിടെ ഓർപ്പിക്കുന്നു. പിശാചുക്കൾ നിങ്ങൾ കീഴടങ്ങുന്നതിൽ സന്തോഷിക്കാതെ നിങ്ങളുടെ നാമസ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിക്കുക എന്ന് പറയുന്നു. അങ്ങനെ ഒരു സന്തോഷം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതി എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പുണ്ടോ? മാമോദീസയുടെ അന്ന് നമ്മുടെ പേര് മാമോദീസ രജിസ്റ്ററിൽ എഴുതുന്ന കൂട്ടത്തിൽ തന്നെ ആ പുരോഹിതൻ ഇവരുടെ പേര് സ്വർഗത്തിലെ രജിസ്റ്ററിൽ എഴുതണമെന്ന് പറയാറുണ്ട്. ആ കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രാർത്ഥിച്ചാൽ കർത്താവ് ഇത് കാണിച്ചു തരും. നമ്മുടെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നത് കണ്ട് സന്തോഷിക്കണം. ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവർക്ക് മാത്രമേ ജീവന്റെ ഉറവിടമായ കർത്താവിനോട് ചേരാനൊക്കെ ഉള്ളൂ. അപ്പം ജീവന്റെ ഉറവിടമായ കർത്താവ് മണവാളന് നമ്മൾ മണവാട്ടിയുമായി തീരുമ്പോൾ രണ്ടുപേർക്കും ജീവനുണ്ടെങ്കിലേ സ്നേഹം ആസ്വദിക്കാനൊക്കെ ഉള്ളൂ. സമൃദ്ധിയായ ജീവനുണ്ടെങ്കിലേ ജീവൻ കൊടുത്തും വാങ്ങിച്ചും ആണ് സ്നേഹിതർ സന്തോഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ട് കർത്താവിൻ്റെ സമൃദ്ധിയായ ജീവൻ നമ്മൾ നിറഞ്ഞ് നിൽക്കുമ്പോഴാണ് കർത്താവിൻ്റെ ജീവൻ നമുക്ക് നമ്മുടെ ജീവൻ കർത്താവിനും കൊടുത്ത് സന്തോഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ജീവൻ പരസ്പരം പങ്കിടാനും അത് സ്നേഹമായി തീരാനും ശക്തിയായി തീരാനും ഒക്കെ നമുക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതണമെങ്കിൽ
മരണത്തിൻ്റെ പുസ്തകത്തിലെ പേര് മായണം. ആദ്യം മരണത്തിൻ്റെ പുസ്തകത്തിൽ പേര് വന്നതാണ് നമ്മുടെ പ്രശ്നം. എപ്പോഴാണ് മരണത്തിൻ്റെ പുസ്തകത്തിൽ പേര് വരുന്നത്? ഹവ്വ വിലക്കപ്പെട്ട പഴം തിന്നപ്പോൾ അത് തിന്നുന്ന നാളിൽ മരിക്കുന്നു. ആ തിന്നുന്ന നാളിൽ അവരുടെ പേരെവിടെ കയറി? മരണപുസ്തകത്തിൽ കയറി. ഇവിടെ ചത്തിരിക്കുന്നു. അപ്പൊ കാമുകിയായവൾ ജീവിച്ചിരിക്കുന്നതിനെ ചത്തോളെന്നൊരു വാക്യമാണ്. അതെത്ര വാക്യമാണ്? തിമോഥെയോസിന്റെ ലേഖനത്തിലുണ്ട്. കാമുകിയായവൾ ലോകപ്രകാരം ജീവനുണ്ടെന്ന് തോന്നുമെങ്കിലും ചത്തോളാം. കാര്യം എന്നാ? മോഹം നിർബന്ധിച്ച് പാപത്തെയും പാപം എടുത്ത് മരണത്തെയും പ്രസവിക്കുന്ന ഇടമാണ് പാപിയുടെ ഹൃദയം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിലക്കപ്പെട്ടത് കാമ്യമായി തീരുമ്പോൾ മരണം കൂടെ ഉണ്ടെന്ന് വിചാരിച്ചോ. മരണം കൂടെ ഉള്ളപ്പോൾ മരണത്തിന്റെ പിടിയിൽ പെട്ടുപോകാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം മരിക്കുന്ന ദേഹിയിലാണ്, പിന്നെയാണ് ശരീരം മരിക്കുന്നത്. അപ്പം ദേഹിയിൽ മരിച്ചാലും ശരീരത്തിൽ പിന്നെയും ജീവിക്കാം. ആദാമും ഹവ്വയും ദേഹിയിൽ മരിച്ച എങ്കിലും 900 വർഷം കൂടെ ജീവിച്ചിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ശരീരപ്രകാരം ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരാകാൻ സാധ്യതയുണ്ടെന്നുള്ളത് വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. നിനക്ക് ജീവനുള്ളവെന്ന് വേണമെങ്കിൽ നീ മരിച്ചതാണെന്ന് അവിടെയും പറയുന്നു. അപ്പോൾ നമുക്കിന്ന് പെന്തിക്കോസ്തിക്ക് ശേഷം 3 ആഴ്ച കഴിഞ്ഞ് 4-ാം വാരത്തിലേക്ക് വരുമ്പോൾ അടുത്ത ഞായറാഴ്ചയെങ്കിലും ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരായി കുർബാന അനുഭവിക്കാനും കുർബാനയെ സംബന്ധിക്കാനും സാധിക്കുമെന്നോ. അപ്പോൾ ജീവന്റെ പുസ്തകത്തിൽ പേര് മാഞ്ഞു പോയെങ്കിൽ മരണത്തിന്റെ പുസ്തകത്തിലെ പേരാപ്പ് തെളിഞ്ഞു നിൽക്കുന്നത്. അത് കർത്താവിനെ കൊണ്ട് മാത്രമേ മായ്ക്കാനൊക്കെ ഉള്ളൂ. പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോലുള്ള കർത്താവിന് മാത്രമേ പാതാളത്തിൽ പോയിരിക്കുന്ന പ്രാണനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് മരണത്തിന്റെ പുസ്തകത്തിലെ പേര് വെട്ടിക്കളഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി നമ്മൾ ജീവനുള്ളവരാണെന്നുള്ള ജീവന്റെ പ്രകടമായ കർത്താവ് സാക്ഷിച്ച് കർത്താവിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതേണ്ടിയിരിക്കുന്നു. ഇതൊന്നും പോലെ നിങ്ങൾ പ്രാർത്ഥനാ വിഷയമാവുമോ? കർത്താവെ, മാമോദിസയുടെ പേരെന്ന് എഴുതിയതാ, പക്ഷെ അതിനുശേഷം ഞാൻ ആ സത്യവിശ്വാസത്തിൽ നിന്ന് പിന്മാറി സ്വന്തം ഇഷ്ടപ്രകാരം വിലക്കപ്പെട്ടതിൽ എൻ്റെ ശ്രദ്ധയാണ് വെച്ച് ദൈവം വിലക്കിയതിൽ നോക്കി ആഗ്രഹിച്ച് അതിലേ പോയി എൻ്റെ വാക്ക് പ്രവർത്തി ചിന്തയിൽ മുതലായവ ദേഹിയിൽ മരണം കടന്നു വരുവാൻ ഞാൻ എൻ്റെ ഹൃദയം തുറന്നു കൊടുത്തു. എൻ്റെ ഹൃദയം കർത്താവിന് വേണ്ടി മാത്രം തുറക്കേണ്ടതായിരുന്നു. ഞാനത് ശത്രുവിന് തുറന്നു കൊടുത്തതിനെ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് സത്യവും പ്രസാരം നടത്തി കരയാമെങ്കിൽ കർത്താവ് പാതാളത്തിൽ പോയി മരിച്ച പ്രാണനെ ഉയർപ്പിച്ചിട്ട് മരണത്തിന്റെ പുസ്തകത്തിലെ പേര് മാറ്റിയിട്ട് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി തരൂ. അത് കാണാനും അറിയാനും തിരിച്ചറിയാനും ഇനിയുള്ളതായ കൂട്ടായ്മ ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ എൻ്റെ പിതാവേ, നീ ജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ അതിനെ സ്തുതിക്കുന്നു പറയുന്നു. അപ്പം ജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുന്ന ഒരു അനുഭവമാണത്. അപ്പൊ തിരിഞ്ഞ് ശിശുവിനെ പോലെയായ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന നമ്മുടെ പ്രാണനാണ്, ജീവനാണ് യേശുവിൻ്റെ ഉള്ളിൽ മറഞ്ഞിരുന്ന് സമൃദ്ധിയായ ജീവനോടെ ആത്മനിറവിന്റെ അനുഭവത്തിലേക്ക് വരുന്ന കാര്യം ഓർപ്പിക്കുന്നു. ഇപ്രകാരം നിനക്ക് ദൃഢുണ്ടായല്ലോ എന്ന് പറഞ്ഞ് കർത്താവ് സന്തോഷിക്കുകയാണ്. അപ്പോൾ കർത്താവ് ശിശുതുല്യമായ ഒരു മനസ്സ് എനിക്ക് തരണം, തിരിഞ്ഞ് ശിശുവിനെ പോലെയാകുവാനുള്ള കൃപ എനിക്ക് തരണം. എപ്പോഴാണ് ശിശുവിനെ പോലെ ആകുന്നത്? നമ്മുടെ ദേഹിയുടെ മണ്ഡലം ഐസുകട്ട പോലെ ഇരിക്കുന്ന ഒരു കാലമുണ്ട്, കരിങ്കല് പോലെ ഇരിക്കുന്ന ഒരു കാലമുണ്ട്. അതൊരുകി വെള്ളം പോലെയാകും, അത് ആവി പോലെയാകും. ആവി പോലെ ആയാൽ അത് മുകളിലോട്ട് പൊങ്ങും. അത് മുകളിലെത്തിയത് അത് മേഘമായും അത് മഴയായിട്ടൊക്കെ മടങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആകുക എന്ന് പറയുന്നതിനകത്ത് നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിൽ ഉണ്ടാകാവുന്ന ഒരു രൂപാന്തരത്തെക്കുറിച്ചാണ് പറയുന്നത്. യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നെന്ന് 109-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. ദൈവസന്നിധിയിൽ നമ്മൾ യുവാക്കളായിട്ട് ചെല്ലണമെങ്കിൽ, യുവാക്കളായി ചെല്ലണമെങ്കിൽ, യുവാവായ കർത്താവിനെ സന്തോഷിപ്പിക്കണമെങ്കിൽ ആരോഗ്യമുള്ള യുവതിയായി നമ്മളുടെ പ്രാണൻ ചെല്ലണം. അത് മഞ്ഞ് പോലെ ഇരിക്കണമെന്നാണ്. അപ്പോൾ കർത്താവ് മഞ്ഞ് പോലെ ഇങ്ങോട്ട് വരും, നമുക്ക് മഞ്ഞ് പോലെ അങ്ങോട്ടേ അല്ല, മഞ്ഞും കൂടെ ചേർന്നാ ഒന്ന്. മഞ്ഞും കൂടെ ചേരാൻ നല്ല ചേരാ അല്ലേ? ഒരു തടസ്സമില്ല. അപ്പൊ അങ്ങനെ സ്വർഗത്തിലെ ഉയർത്തെഴുന്നേൽ പിതാവിനിരിക്കുന്ന കർത്താവ് നമ്മളോട് ചേരാൻ വേണ്ടി മഞ്ഞ് പോലെ താഴോട്ട് ഇറങ്ങി വരും. നമ്മൾ മഞ്ഞ് പോലെ അങ്ങോട്ട് ചെല്ലണം. അപ്പൊ യുവതീ യുവാക്കളായ മണവാളനും മണവാട്ടിക്ക് സന്തോഷിക്കാനൊക്കെ. പക്ഷെങ്കിൽ നമ്മളുടെ മഞ്ഞ് പോലെയായി തീരേണ്ട ദേഹിയുടെ മണ്ഡലം ഐസ് കട്ട പോലെ ഇരുന്ന് അങ്ങനെ ഇരിക്കും, അവിടെ ഇരിക്കും. അപ്പം നമുക്കിന്ന് കർത്താവ് സന്തോഷിക്കാനൊക്കാത്തതിന്റെ കാര്യം എന്താ? നമ്മുടെ ദേഹിയുടെ മണ്ഡലം ദൈവസ്നേഹമില്ലാതെ, വിശ്വാസമില്ലാതെ, പ്രത്യാശയില്ലാതെ, ജഡമോഹത്തിന്റെയും കൺമോഹത്തിന്റെയും ജീവിതത്തിന്റെ പ്രതാപത്തിന്റെയും കെടുതിയിൽ മരിച്ച് മരവിച്ച് ഐസുകെട്ട പോലെയും കല്ലുപോലെയൊക്കെ ഇരിക്കുന്നു. അതുകൊണ്ട് കർത്താവെ, കരിങ്കല്ല് പോലെയോ ഐസുകെട്ട പോലെ ഇരിക്കുന്നതിന്റെ ഹൃദയത്തിൽ തല്ലിപ്പൊട്ടിക്കാൻ കൂടവുമായിട്ട് ആരെയിരുന്നു വിടണമെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്നു.
എന്ന് പറഞ്ഞേക്കല്ലേ, ഉറച്ചുപോയി, എല്ലാം ഉറഞ്ഞിരിക്കുക. എനിക്ക് യുവതിയാകാനോ കുഞ്ഞാകാനോ സാധിക്കും. കുഞ്ഞാരാ? ആവി. ആവി മഞ്ഞ യുവതിയാണെങ്കിൽ ആവിയുടെ സാധനമല്ല കുഞ്ഞാ. അപ്പൊ ശിശുവിനെ പോലെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ യുവതിയെ പോലെ ആകാൻ ഒക്കുകയുള്ളൂ. അപ്പൊ കരിങ്കല്ല് പോലെ ഇരിക്കുന്ന നമ്മൾ തല്ലി പൊട്ടിച്ച് ഉരുകി ആവിയാകുമ്പോൾ കുഞ്ഞായി, ശിശുവായി. ശകലം കൂടെ വ്യത്യാസം വരുമ്പോൾ മഞ്ഞുമായി. അപ്പൊ ആവിയിൽ നിന്നാണ് മഞ്ഞുണ്ടാകുന്നത്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ ആവി ഉണ്ടാകും. അപ്പൊ ദൈവസ്നേഹാഗ്നിയിലാണ് ഇതൊക്കെ സംഭവിക്കേണ്ടത്. അപ്പൊ ദൈവസ്നേഹാഗ്നിയിൽ നമ്മുടെ ഐസ് പോലെ ഇരിക്കുന്ന പാറ പോലെ ഇരിക്കുന്ന സ്ഥലം തല്ലിപ്പൊട്ടിച്ച് അതിനെ ചൂടാക്കി ഉരുക്കി ആവി പോലെ ആകുമ്പോൾ ശിശുവിനെ പോലെയായി. അപ്പൊ മുകളിലോട്ട് പൊങ്ങി അന്ന് കഴിയുമ്പോൾ കർത്താവ് താഴോട്ട് വരുന്ന വഴി നമുക്ക് മഞ്ഞാകാൻ സാധിക്കും. കർത്താവിന് മഞ്ഞാകും. മഞ്ഞും കൂടെ കൂടിയ ഒന്ന്. അപ്പൊ യേശുവുമായി പറ്റിച്ചേരണമെങ്കിൽ യുവാക്കളായി നമ്മൾ ദൈവസന്നിധിയിൽ ചെല്ലണം എന്ന് പറയുന്നു. അപ്പൊ അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളോട് നമ്മൾ യാത്ര പറയണം. കരിങ്കല്ല് പോലെ ഇരിക്കുന്ന നമ്മുടെ ഹൃദയത്തെ തല്ലി പൊട്ടിക്കാൻ നല്ല കൂടവുമായിട്ട് വരണം. എല്ലാവരുടെയും കൂടം കിട്ടാറില്ല. എല്ലാവരും കൂടം കിട്ടിയാൽ പ്രയോഗിക്കാൻ കഴിഞ്ഞാൽ വേറെ വല്ലയിടത്തും കൊണ്ടുവന്നിരിക്കും. അപ്പം നമ്മളുടെ ശരിക്കും ഐസ് കട്ട പോലെ ഇരിക്കുന്നിടത്ത് തന്നെ മാത്രം അടി കൊള്ളണം. വേറെ എങ്കിലും മാറിക്കൊണ്ട സംഗതി അപകടമാണ്. അത് കൃത്യസ്ഥാനത്ത് അടിക്കാൻ പറ്റിയവരെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന് പ്രത്യേക പ്രാക്ടീസും ലൈസൻസും ഉള്ളവരെ കൊണ്ട് ഈ ഐസ് കട്ട പോലെ ഇരിക്കുന്നവരെ തല്ലി പൊട്ടിക്കാനുള്ളൂ. തല്ലി പൊട്ടിച്ചാൽ മറ്റൊരു വശവും തല്ലി കൊള്ളുകയും പാടില്ല. വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട, അതിന് പ്രാക്ടീസുള്ള കൃപാവരമുള്ള സുവിശേഷകരുണ്ട്. അപ്പൊ അടുത്ത ജൂലൈ മാസം 6-ാം തീയതി അങ്ങനത്തെ സ്പെഷ്യലിസ്റ്റിനെ വരുത്തുന്നുണ്ട്. കൂടവുമായിട്ട് ഒരാൾ വരും. എല്ലാവരുടെയും മുഖത്ത് നോക്കി തല്ലി പൊട്ടിക്കും. എവിടാണ് വൃകാതിരിക്കുന്നത് നോക്കി ഇന്ന കാരണം കൊണ്ട് കല്ല് പോലെ ഇരിക്കുന്നെന്ന് പറഞ്ഞാൽ ഒറ്റ അടി വെച്ച് തരും. അവ തല്ലി പൊട്ടിച്ച് ഉടനെ കരഞ്ഞ് വെല്ലുവിളിച്ച് പോകും. അങ്ങനെ ഫ്രാൻസിസ് ബ്രദറിന് അങ്ങനെ ഒരു വരമുണ്ട്. ആ വരമുള്ള ആളിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എത്രയും വേഗം നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറായി വന്നാൽ ഐസ് കട്ട പോലെ ഇരിക്കുന്ന വശങ്ങളെല്ലാം തല്ലി പൊട്ടിച്ച് നമുക്ക് ആവിയായി, ശിശുവിനെ പോലെയായി, അതിനുശേഷം യുവാക്കളായി സ്വർഗീയ മണവാളിനോടത്ത് മഞ്ഞു പോലെ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും. അങ്ങനെ ആ ഒരു അനുഭവം ലഭിക്കാൻ അപ്പോസ്തലന്മാരെ പോലെ അയക്കപ്പെട്ട 72 പേരെ പോലെയെല്ലാം നമ്മളും കർത്താവിൽ സന്തോഷിക്കുന്നവരാകാൻ ഇനി എവിടെയെല്ലാം കട്ടിപിടിച്ചിരിക്കുന്നു. നമ്മുടെ ദൈവസ്നേഹവും പ്രത്യാശയും സ്നേഹവും കുറയ്ക്കുന്ന തണുപ്പിക്കുന്ന പരിപാടി ഏതാ? പാപത്തിന്റെ ആധിക്യം കൊണ്ട് പലരുടെയും സ്നേഹം തണുത്തു പോകുന്നൊരു വചനമുണ്ട്. അപ്പൊ സ്നേഹക്കുറവുകൊണ്ട്, വിശ്വാസക്കുറവും പ്രത്യാശക്കുറവുകൊണ്ടാണ് തണുത്തു പോകുന്നത്. അത് അന്ത്യകാലത്ത് സംഭവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവെ അതിൽ നിന്ന് രക്ഷിക്കണം. അതുകൊണ്ട് സ്നേഹക്കുറവുകൊണ്ട്, പ്രത്യാശക്കുറവുകൊണ്ട് തണുത്തുറഞ്ഞിരിക്കുന്ന വശങ്ങളെ തല്ലിപ്പൊട്ടിച്ച് ചൂടാക്കാൻ പറ്റിയ കൃപാവരങ്ങളുള്ളവരെ അയച്ച് എന്നെ എത്രയും വേഗം രക്ഷിക്കണം, എൻ്റെ പേരും കൂടെ ജീവന്റെ പുസ്തകത്തിൽ എഴുതണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് കർത്താവിനെ ശരിക്ക് കാണാനും ശരിക്ക് ആസ്വദിക്കാനും സാധിക്കും. ഈ കാര്യം പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്ക് ദർശനമായി വെളിപ്പാടായിട്ട് കിട്ടിയതേ ഉള്ളൂ. അനുഭവം അവർ കാണാനത്തില്ല. അവര് പർദീസായിൽ നിന്ന് കണ്ടതേ ഉള്ളൂ. എന്നാൽ കൃപായുഗത്തിൽ അപ്പോസ്തലന്മാർക്ക് പെന്തിക്കോസ്തയുടെ അനുഭവം ഉണ്ടായിരുന്ന 12 പേർക്കും ഈ 70 പേർക്കും പ്രവാചകന്മാർക്ക് കാണാനോ കേൾക്കാനോ കഴിയാത്ത വലിയ കാര്യങ്ങൾ നേരിട്ട് കാണാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതാണ് അവസാനം പറഞ്ഞിരിക്കുന്നത്. അനേക പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നത് കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ആ ഭാഗ്യം ലഭിച്ചു എന്നാണ് പറയുന്നത്. ആ ഭാഗ്യം നമുക്കും കർത്താവ് തന്നെ കൃപായുഗം നീട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ കൃപായുഗത്തിലായിരിക്കുന്ന നമുക്ക് മാത്രം കാണാനും കേൾക്കാനും രുചിക്കാനും പറ്റുന്ന അനേക അനുഭവങ്ങൾ, നീതി, സമാധാനം, പരിശുദ്ധാത്മാവുള്ള സന്തോഷം, സ്വർഗീയ മണവാളനായ യേശുവിനെ നമുക്ക് സ്വന്തമാക്കി നമ്മൾ യേശുവിന്റെ മണവറയിൽ കയറി ഒന്നാകാനുള്ള ഭാഗ്യം നമുക്ക് മാത്രമേ ഉള്ളൂ. പ്രവാചകന്മാർക്ക് ദൂരെന്ന് കാണാനേ പറ്റുള്ളൂ, തൊട്ടറിയാൻ കഴിയില്ല. അപ്പോൾ മണവാട്ടിയായി വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് മാത്രമാണ് മണവറയിൽ കയറാൻ അവകാശം. പ്രവാചകന്മാരൊക്കെ ഈ മണവാട്ടിയെ ഒരുക്കി അങ്ങോട്ട് വിടുന്നതേ ഉള്ളൂ. മണവറയുടെ വാതിലടിച്ചാൽ പിന്നെ അവർക്ക് പിന്നെ ഒന്നും കാണാൻ കേൾക്കാൻ അവർ വെളിയിൽ പോവുക. അപ്പൊ ഈ വലിയ ഭാഗ്യം നിങ്ങൾ കളയരുത്. പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്ക് കാണാനോ കേൾക്കാനോ കഴിയാതെ പോയ വലിയ സത്യങ്ങളാണ് കൃപായുഗത്തിൽ ദൈവരാജ്യത്തിന്റെ രാജാവായ കർത്താവ് നമ്മളെ രാജിയാക്കി തരാൻ പോകുന്നത്. അത് ആഗ്രഹിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ വേണ്ടാന്ന് നോക്കാൻ. അപ്പൊ നമ്മൾ പിശാച് കാണിച്ചിരിക്കുന്ന വിലക്കപ്പെട്ടതിന്റെ കാമ്യമായ വശങ്ങൾ എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ യേശുവിനെ മാത്രം മതി, യേശു തരുന്നത് മതി, ധർമ്മം മതി, വേറൊന്നും എനിക്ക് വേണ്ടാന്ന് പറയുന്ന വെറുതെ ഉള്ളവർക്ക് മാത്രമേ
ആവി പോലെ ശിശുവിനെ പോലെയായി. അത് കഴിഞ്ഞ് ഉയരത്തിലേക്ക് ഉയർന്നു ചെന്ന് മേഘം പോലെയായി, മഞ്ഞു പോലെയായി കർത്താവിനോട് പറ്റിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അത് പരിശുദ്ധാത്മാവാണ് ഈ കാര്യമൊക്കെ ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥനാണ് റിബേക്കയെ ഇസ്മാക്കിന്റെ മണവറയിൽ എത്തിച്ചത്. അതുപോലെ സ്വർഗീയ മണവാളനായ യേശുവിന്റെ മണവറയിൽ നമ്മളെ എത്തിക്കുവാൻ പരിശുദ്ധാത്മാവാകുന്ന എലിയാസർ പറയുന്ന വഴിയെ മാത്രം പോയി അങ്ങനെ നമ്മൾ തിരിഞ്ഞ് ശിശുവിനെ പോലെയായി, യുവതിയെ പോലെ മഞ്ഞു പോലെയായി ദൈവസന്നിധിയിൽ ആനന്ദിപ്പാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ഭാവങ്ങളോടും, എല്ലാ അവിശ്വാസത്തോടും, എല്ലാ പിന്മാറ്റങ്ങളോടും യാത്ര പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി വരുന്ന 13 നോയമ്പ് പുതുതായിട്ട് 13 നോയമ്പ് അനുഗ്രഹകരമായി ഈ അപ്പോസ്തലന്മാരെ നിങ്ങൾ എങ്ങനെയാണ് കർത്താവിൽ സന്തോഷിച്ചത്, കർത്താവ് കാണിച്ചതൊക്കെ കണ്ടതെങ്ങനെയാണ്, കർത്താവ് നമുക്ക് ആസ്വദിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരെ ഓരോരുത്തരെയും ഓരോ ദിവസവും നിങ്ങളുടെ ഡയറി പേര് കുറിച്ചിട്ട് 13 നോയമ്പിന്റെ 1-ാം ദിവസം അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ 1-ാമത്തെ ആളുടെ പേരെഴുതുക, 2-ാമത്തെ ദിവസം 2-ാമത്തെ ആളിന് ഓരോരുത്തരുടെയും പേരെഴുതി അവരെ വിളിച്ചു വരുത്തി അവരോടൊപ്പം യേശുവിൽ നിന്ന് അവരനുഭവിച്ചാൽ ഞങ്ങൾക്കും കൂടെ തരണമെന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിന്റെ കൃപായുഗത്തിൽ പരിശുദ്ധ കന്യാമറിയാമം തൊട്ട് 72 അറിയിപ്പുകാരും 120 പേരും ആസ്വദിച്ചതെല്ലാം ഞങ്ങൾക്കും വേണം. കർത്താവെ, ഞങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെയായി ഞങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർന്ന് സ്വർഗത്തിൽ ഞങ്ങളുടെ അടുത്തേക്ക് താണിറങ്ങി വരുന്ന അങ്ങനെ മധ്യാകാശത്തിൽ കർത്താവിന്റെ മണവറയൊരുക്കുന്ന ആ യേശുവിന്റെ മണവറയിൽ എത്തിച്ചേരുവാൻ്റെ തോണം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹവും ദൈവസ്നേഹാഗ്നിയും ഞങ്ങൾക്ക് തരണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ.